إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله فأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا. പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ അങ്ങേയറ്റം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണമെന്നും തഖ്വ കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും എന്നോട് നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ സഗൗരവം കണക്കിലെടുക്കുകയും അവകളെ ജീവിതത്തിൽ പ്രായോഗികവൽക്കരിക്കുകയും അവസാന നിമിഷം വരെ അള്ളാഹുവിൻ്റെ തൃപ്തിയോടുകൂടി ആ നിലയിൽ ജീവിക്കുവാനും അവസാന നിമിഷത്തിൽ വിശുദ്ധ കലിമത്തു ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് ഒരു മുവഹിദായി മുത്തഖിയായി അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് യാത്ര ചെയ്യാനുള്ള വലിയ സൗഭാഗ്യം നൽകി അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ സൂറത്തുൽ അഹ്സാബ്, അതിൻ്റെ 36-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല വ്യക്തമാക്കുന്നു: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിന ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസ്സില്ലാഹ വറസൂലുഹു ഫഖദ് ളല്ല ളലാലൻ ബഈദ. ഒരു മുഅ്മിനാകട്ടെ അല്ലെങ്കിൽ ഒരു മുഅ്മിനത്താവട്ടെ, അങ്ങനെയുള്ള ആളുകൾ ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറ, അല്ലാഹു വിധിച്ച അവന്റെ ഒരു കൽപ്പന അല്ലെങ്കിൽ അവന്റെ ഒരു തീരുമാനം, ആ ഒരു വിഷയത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടുള്ളതല്ല അയ്യകൂന ലഹുമുൽ ഖിയറ, സ്വതന്ത്രമായ ഒരു അഭിപ്രായം, മിൻ അംരിഹിം, അവരുടെ കാര്യങ്ങളിൽ. വമൻ യഅസ്സില്ലാഹ വറസൂലഹു, ആരെങ്കിലും അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ധിക്കരിക്കുന്ന പക്ഷം ഫഖദ് ളല്ല ളലാലൻ മുബീന, വ്യക്തമായ ളലാലത്തിന്റെ വഴിയിൽ, വഴികേടിൻ്റെ വഴികളിൽ പെട്ടുപോകുമെന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല എന്നാണ് ഖുർആനായത്ത് സൂചിപ്പിക്കുന്നത്. ഇവിടെ പ്രധാനമായും മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു തആല പ്രത്യേകമായി എടുത്തു പറഞ്ഞിരിക്കുകയാണ്. അതിൽ പുരുഷനെക്കുറിച്ചും പറഞ്ഞു, സ്ത്രീയെക്കുറിച്ചും പറഞ്ഞു. അതാണ് വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിന എന്ന് പറയാനുള്ള കാരണം. ഒരു മുഅ്മിനായ ഒരു പുരുഷനും മുഅ്മിനയായ ഒരു സ്ത്രീയും ഒരിക്കലും ആകാൻ പാടുള്ളതല്ല എന്നുള്ള നിലയ്ക്കാണ് ചർച്ച ആരംഭിക്കുന്നത്. ഏതു നിലയ്ക്കാണ് എന്ന് ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയ, അവൻ വിധിച്ചിട്ടുള്ള ഒരു കൽപ്പനയ്ക്കെതിരിൽ സ്വതന്ത്രമായ താല്പര്യങ്ങൾ വരാൻ പാടില്ല എന്നുള്ളതാണ്.
സൂറത്തുൽ മുഅ്മിനൂന്റെ ഒന്നാമത്തെ ആയത്ത് ആരംഭിക്കുന്നത് അഊദുബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളൊക്കെയും വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പോൾ മുഅ്മിനീങ്ങൾ തീർച്ചയായും വിജയിച്ചവരാണ് അല്ലെങ്കിൽ വിജയിക്കുന്നവരാണ് എന്ന അഭിപ്രായമുള്ള, ഖുർആനെ സംബന്ധിച്ചിടത്തോളം ഓരോ മുഅ്മിനും മുഅ്മിനയും എന്തായി തീരണം എന്നുള്ള വിഷയത്തിലും കൃത്യമായ കാഴ്ചപ്പാടും. ജീവിതത്തിൽ വിജയം കൈവരിക്കേണ്ടവരാണല്ലോ. അപ്പം ആ നിലയ്ക്ക് അവരുടെ നിലപാടുകൾ എന്തായിരിക്കണം എന്ന വിഷയത്തിലാണ് ഖുർആൻ അതിൻ്റെതായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഇവിടെ അവതരിപ്പിച്ചത്. സ്വതന്ത്രമായ തീരുമാനമെടുക്കാൻ പാടില്ല എന്നാണ്. ജീവിതത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ന് ചോദിച്ചാൽ, പ്രത്യേകമായും അള്ളാഹു എടുത്തു പറഞ്ഞത് ഇദാ ഖലല്ലാഹു വറസൂലുഹു എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വിധിയാണ്, തീരുമാനമാണ്. അവന്റെ ദൂതരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിധിയാണ്, തീരുമാനമാണ്. അപ്പോൾ സ്വാഭാവികമായും സാധാരണ മുസ്ലിമീങ്ങൾക്കൊരു സംശയം ഉണ്ടാവും. ജീവിതത്തിൽ അനുനിമിഷം തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന സാഹചര്യത്തിലൂടെയാണല്ലോ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സമൂഹത്തിന്റെ ഭാഗമാണ്. സാമൂഹികമായ വിഷയങ്ങളിൽ തീരുമാനമെടുക്കേണ്ടി വരും. അതെപ്പോഴാണെന്നൊന്നും പറയാൻ കഴിയില്ല. കുടുംബ പശ്ചാത്തലത്തിലൂടെയാണ് അവന്റെ ജീവിതത്തെ ബന്ധിപ്പിച്ചിട്ടുള്ളത്. ആ ഒരു ജീവിതത്തിലും എങ്ങനെയാണ് ഉടനടി തീരുമാനങ്ങൾ എടുക്കേണ്ടത്? അതുപോലെ എൻ്റെ ജീവിതത്തിന്റെ വ്യവഹാര മേഖലകൾ, ഇങ്ങനെ മനുഷ്യൻ കടന്നു പോകുന്ന സകല മേഖലകളിലും മനുഷ്യർക്ക് തീരുമാനമെടുക്കേണ്ടതുണ്ട്. ഈ സമയത്തൊക്കെയും അള്ളാഹുവിന്റെ വിധികളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിധികളെ, കൽപ്പനകളെ എങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുക എന്ന് ചോദിച്ചാൽ, അവിടെ മുഅ്മിൻ ആരാണ് അല്ലെങ്കിൽ മുഅ്മിനെ ആരാണ് എന്ന് നമ്മളൊന്ന് തിരിച്ചറിയേണ്ടി വരും. അങ്ങനെ ഒരു സംശയം എൻ്റെ മനസ്സിലൂടെ കടന്നു പോവുകയും അതിനൊരു ഉത്തരം കിട്ടാതിരിക്കുകയും ചെയ്താൽ, ഈ രണ്ട് വിഭാഗത്തിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഞാൻ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. രാവിലെ എഴുന്നേറ്റത് മുതൽ ബോധം വന്നു തുടങ്ങിയത് മുതൽ പല വിഷയങ്ങളിലും പല നിലയ്ക്കുമുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഞാൻ ബന്ധപ്പെട്ട മേഖലകൾ എന്തൊക്കെയാണ്? എൻ്റെ മക്കളുടെ വിഷയത്തിൽ, ഭാര്യയുടെ വിഷയത്തിൽ, മാതാപിതാക്കളുടെ വിഷയത്തിൽ, അല്ലെങ്കിൽ എൻ്റെ വ്യവഹാര മേഖലകളിൽ രാവിലെ മുതൽ ഞാൻ എടുത്തിട്ടുള്ള തീരുമാനം, അവയൊക്കെയാണ് ഞാൻ നടപ്പിലാക്കിയിട്ടുള്ളത്. ഇതൊക്കെ 100% അള്ളാഹുവിൻ്റെതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതും തീരുമാനങ്ങൾക്ക് അനുസൃതമായിട്ട് മാത്രമായിരുന്നു. അങ്ങനെയൊക്കെ ആകാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ഈ കൂട്ടത്തിൽ പെട്ടവരല്ല എന്നാണ് ഖുർആനിന് മാന്യമായ രൂപത്തിൽ എനിക്ക് നൽകാൻ കഴിയുന്ന ഒരു മറുപടി. പക്ഷെ ഈ കൂട്ടത്തിൽ പെട്ടവരാണെങ്കിൽ എൻ്റെ ഒന്നാമത്തെ പ്രശ്നം എന്തായിരിക്കും? അള്ളാഹുവിൻ്റെ താല്പര്യം എന്താണ്? അവൻ്റെ വിധികൾ എന്താണ്? അവൻ്റെ തീരുമാനങ്ങൾ എന്താണ്? ഇതിനെക്കുറിച്ച് അറിയലാണ്. ഉദാഹരണത്തിന്, ഞാൻ പുതിയൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പം ഞാൻ മറ്റു പല കമ്പനികളിലൂടെയും ജോലി ആവശ്യാർത്ഥം കടന്നു പോയിട്ടുണ്ട്. അല്ലെങ്കിൽ പല വ്യവഹാര പദ്ധതികളുമായി ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ മേഖലകളിൽ ഞാൻ നടപ്പിലാക്കിയ കാര്യങ്ങളാണോ ഞാൻ ഈ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടത്? ഒരിക്കലുമല്ല. ഈ കമ്പനിക്ക് അതിൻ്റെതായ, നമ്മുടേതായ ഭാഷയിൽ പറഞ്ഞാൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. ഈ റൂൾസും റെഗുലേഷൻസും നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ആ കമ്പനിയിലുള്ള എൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട വിഷയം. അതിനെ ഞാൻ അനുസരിക്കുന്നുണ്ടെങ്കിൽ എനിക്കവിടെ നിലനിൽപ്പുണ്ടാവും. നല്ല ഒരു എംപ്ലോയി ആയിട്ട് എനിക്ക് ആ കമ്പനിയിൽ തുടർന്നു പോകാൻ സാധിക്കും. കമ്പനിക്ക് എന്നെക്കുറിച്ച് നല്ല മതിപ്പുണ്ടാവും. ഇനി അതല്ല, അതൊന്നും അറിയാൻ താല്പര്യപ്പെടാതെ എൻ്റെ താല്പര്യങ്ങൾക്കും എൻ്റെ കേവല യുക്തിയിലും അധിഷ്ഠിതമായ നിലയ്ക്കുള്ള
താല്പര്യങ്ങളുമായിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞാൻ എന്നും ആ കമ്പനിക്കൊരു ഭാരമായിരിക്കും. ഞാൻ അവിടെ നിൽക്കുന്ന കാലത്തോളം എന്നെ മാനേജ് ചെയ്യുന്ന സംവിധാനങ്ങൾക്കൊക്കെ ഞാൻ എന്നും ഒരു ഭാരമായി, ഒരു പ്രശ്നക്കാരനായിരുന്നു. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് അതിൻ്റെ രീതികളെ കുറിച്ച് അറിയില്ല, അവിടുത്തെ നിയമങ്ങളെക്കുറിച്ചോ അവിടുത്തെ രീതികളെക്കുറിച്ചോ ഒന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ തീർച്ചയായും കമ്പനിക്കൊരു ഭാരമാണ്. ആ നിലയ്ക്ക് ഞാൻ അവിടെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് അവിടെ നിന്നും പുറത്തു പോകലാണ്. എന്ന് പറഞ്ഞതുപോലെ തന്നെ മുഅ്മിൻ അല്ലെങ്കിൽ മുഅ്മിന ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒന്നാമത്തെ താല്പര്യം ഖുർആനിനെ കുറിച്ചും ഹദീസിനെ കുറിച്ചും ശരിയായ ഒരു ധാരണയിലേക്ക് ഞാൻ എത്തുക എന്നുള്ളതാണ്. അങ്ങനെ എത്താൻ എന്നെ കൊണ്ട് സാധിക്കുന്നുവെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് പഠിക്കേണ്ടി വരും, അതിനെക്കുറിച്ച് ശരിയായ ധാരണയിലേക്ക് ഞാൻ എത്തേണ്ടി വരും. അതെന്നെ കൊണ്ട് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ സാധ്യമാണ്. കാരണം ഖുർആനും ഹദീസും അല്ലാത്തതല്ല എനിക്കറിയാമല്ലോ. വിരാറ്റുപേട്ടയുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും അതെൻ്റെ ചെവികളിലൂടെ കയറി ഇറങ്ങുന്നുണ്ട്. വിരാറ്റുപേട്ടയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ചർച്ചയിലും പഠനങ്ങളും ഞാൻ ഏർപ്പെടാറുണ്ട്. അതിനുവേണ്ടി എൻ്റെ സുഹൃത്തുക്കളുമായി ധാരാളം സമയം ഞാൻ ചെലവഴിക്കാറുണ്ട്. അതുപോലെ തന്നെ നിലവിൽ ഞാൻ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ കച്ചവട വ്യവഹാര മേഖലകളെക്കുറിച്ച് എനിക്ക് ശരിയായ ധാരണയുണ്ട്. ആരെങ്കിലും അതിനെക്കുറിച്ച് എന്നോട് സംസാരിച്ചാൽ അവരുടെ തെറ്റുകളെ തിരുത്താൻ മാത്രമുള്ള ആ വിഷയത്തെക്കുറിച്ചുള്ള ശരിയായ ധാരണ എനിക്കുണ്ട്. എന്തിനെക്കുറിച്ച് അറിയില്ലാത്തതെന്ന് ചോദിച്ചാൽ അറിയില്ലാത്ത ദീനെക്കുറിച്ച് മാത്രമേ ഉള്ളൂ. ഇവിടെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല എനിക്ക് നൽകിയ സമയത്തെ ഞാൻ വിനിയോഗിക്കുന്നത്. സമയത്തെ തിരിച്ചെടുക്കാമല്ലോ. രാവിലെ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് പോകുന്നതിന് വേണ്ടി രാവിലെ തന്നെ കുളിച്ചു ഒരുങ്ങി അദ്ദേഹത്തിൻ്റെ കോട്ടും സൂട്ടും ഒക്കെ എടുത്തു വെച്ച് അങ്ങനെ പോകാൻ തയ്യാറായി നിൽക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടു. ഉടൻ തന്നെ അദ്ദേഹം തളർന്നു വീഴുകയും കുടുംബക്കാരൊക്കെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒരു സ്ട്രോക്ക് ബാധിച്ചതാണ്. ഇനിയിപ്പോൾ നല്ല റെസ്റ്റ് വേണ്ടി വരും, അദ്ദേഹത്തിന് അനങ്ങാൻ കഴിയുന്നില്ല, ഒരു ഭാഗം തളർന്നു പോയിട്ടുണ്ട്. എന്തായാലും എല്ലാം ശരിയായി വരും, കുറച്ച് താമസം എടുക്കും, ഒരു 6 മാസമെങ്കിലും എടുക്കും. 6 മാസം ഇദ്ദേഹം കിടക്കയിലാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ 6 മാസത്തെ സമയം തിരിച്ചെടുത്തു. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് ആഗ്രഹിക്കുന്നത് പോലൊന്നും ചെയ്യാൻ കഴിയില്ല. ഇനിയിപ്പോൾ അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കേണ്ടത് തന്നെ അത് അത്യാവശ്യ കാര്യങ്ങൾ കുടുംബക്കാരെല്ലാം അങ്ങനെ പൊക്കിക്കൊണ്ടുപോയിട്ടാണ് നടത്തേണ്ടത്. അപ്പം അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം ഞാനിന്ന് പള്ളിയിലേക്ക് ഇങ്ങോട്ട് എത്തിയതും അതുപോലെ തന്നെ രാവിലെ എൻ്റെ കുളി മറ്റുള്ള വ്യവഹാര കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല എൻ്റെ സമയം നിർവഹിക്കാനുള്ള അനുമതി എനിക്ക് നൽകിയത് കൊണ്ട് മാത്രമാണ്. നിങ്ങളും ആ അവസ്ഥയിലാണ്. ഈ അനുമതി അള്ളാഹു നിഷേധിച്ചാൽ വേണ്ട, തൽക്കാലം നിന്റെ സ്വതന്ത്രമായ താല്പര്യങ്ങൾക്ക് അനുസൃതമായി നിനക്കൊന്നും ചെയ്യാനുള്ള കഴിവ് ഞാൻ തരുന്നില്ല, അത് ഞാൻ തിരിച്ചെടുക്കുകയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ്. നമ്മുടെ സമയത്തിൽ നിന്നും ആ ഒരു ബർക്കത്തിനെ അല്ലാഹു സുബ്ഹാനഹു തആല മാറ്റുകയാണ്. പിന്നീട് നമ്മൾ പരീക്ഷണ ഘട്ടത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. എന്നാൽ ഈ നിഅമത്തും ഈ ആരോഗ്യവും ഈ ശേഷിയും എല്ലാം അല്ലാഹ് എനിക്ക് നൽകി. എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് ആരോട് ചോദിക്കണം? കൂട്ടുകാരോട് ചോദിച്ചിട്ട് കാര്യമില്ല, ഭാര്യയോട് ചോദിച്ചിട്ടും കാര്യമില്ല, ഖുർആനോട് തന്നെ ചോദിക്കണം. പടച്ചവനെ എന്തിനു വേണ്ടിയിട്ടാണ് എനിക്ക് നീ ശേഷികളൊക്കെ നൽകിയത്? എനിക്ക് കേൾക്കാനുള്ള ശേഷി നൽകി, കാണാനുള്ള ശേഷി നൽകി, അതുപോലെ തന്നെ എനിക്ക് ചിന്തിക്കാനുള്ള ശേഷി നൽകി. നമ്മുടെ ഈ തോട്ട് പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ചിന്തയുടെ പ്രോഗ്രാമിനെ കുറിച്ച് നാം ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം കോർട്ടെക്സ് എന്ന് പറയുന്ന ഒരു സംഗതിയുമായി കണക്റ്റഡ് ആണ്. അപ്പൊ നമ്മൾ കാണുമ്പോൾ നമ്മുടെ വിഷ്വൽ കോർട്ടെക്സ് എന്ന് പറയുന്ന നമ്മുടെ തലച്ചോറിന്റെ ബാക്കിലുള്ള ഒരു കോർട്ടെക്സിന്റെ ഭാഗമാണ്, അതുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നു. കേൾക്കുന്ന കാര്യങ്ങൾ ഓഡിറ്ററി കോർട്ടെക്സ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തുണ്ട്, അതുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നു. അപ്പൊ കാഴ്ചയും കേൾവിയും കോർട്ടെക്സുമായി ബന്ധപ്പെടുന്നു. അതിനുശേഷം കോർട്ടെക്സിന്റെ മറ്റൊരു ഭാഗമാകുന്ന പെരീറ്റൽ ലോബുമായിട്ടാണ് ഇത് കണക്ട് ചെയ്യപ്പെടുന്നത്. അതിലേക്കാണ് വിവരങ്ങളൊക്കെ ശേഖരിക്കുന്നത്. ഇത് കണ്ടതാണോ കേട്ടതാണോ ഇതൊക്കെ തിരിച്ചറിയാനുള്ള ശേഷി പെരീറ്റൽ ലോബിനാണ്. ഈ പെരീറ്റൽ ലോബ് എന്ത് ചെയ്യും? ഈ കിട്ടിയ വിവരങ്ങൾ പ്രീഫ്രോണ്ടൽ ലോബിലേക്ക് കൈമാറും. ഈ പ്രീഫ്രോണ്ടൽ ലോബാണ് മൊത്തത്തിൽ ഇതിനെയൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നാണ് പറയപ്പെടുന്നത്.
അതിൻ്റെ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ ശരിയായ രൂപത്തിൽ നടന്നാൽ മാത്രം നമ്മൾ ചെയ്യുന്നതൊക്കെ ശരിയായിരിക്കും. അല്ലെങ്കിൽ നമ്മളെ ഒരു ഭ്രാന്തനെന്നോ അല്ലെങ്കിൽ എന്തൊക്കെയോ മാനസിക വിഭ്രാന്തിയുള്ള ഒരു വ്യക്തിയാണെന്നൊക്കെയോ ആളുകൾ വിലയിരുത്തി തുടങ്ങും. എല്ലാം ശരിയായ രൂപത്തിൽ നടക്കണം. എത്ര കൃത്യമായ രൂപത്തിലാണ് ഇത് നടക്കുന്നത്? ഏതെങ്കിലും ഒരു ന്യൂറോ സെല്ല് പണിമുടക്കിയാൽ അതോടുകൂടി പദ്ധതി എല്ലാം അവതാളത്തിലാകുമെന്നുള്ളതാണ് ന്യൂറോ സയന്റിസ്റ്റുകൾ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ. അത്രമാത്രം കുറ്റമറ്റ രൂപത്തിൽ നടക്കേണ്ട ഒന്നാണ്. നമ്മുടെ കണ്ണിനു പോലും കാണാൻ കഴിയാത്ത അത്രമാത്രം ചെറിയ ചെറിയ നമ്മുടെ അവയവങ്ങളുടെ ഭാഗങ്ങൾ പോലും, തലച്ചോറിന്റെ ഭാഗങ്ങൾ പോലും ഈ ഒരു ക്രമീകരണ പദ്ധതികൾ നടപ്പിലാക്കാൻ കുറ്റമറ്റ രൂപത്തിൽ പ്രവർത്തിച്ചേ പറ്റൂ എന്നുള്ളതാണ് ആ രംഗത്തുള്ള മെഡിക്കൽ സ്റ്റഡീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഇതൊക്കെ എന്തിനു വേണ്ടി? ഇതൊക്കെ ആരാണ് സംവിധാനിക്കുന്നത്? നമുക്കറിയാം, അള്ളാഹുവാണ്. അള്ളാഹു അല്ല, അല്ലെങ്കിൽ അത് തന്നെയാണെന്ന് സ്ഥാപിക്കാൻ അങ്ങനെയുള്ള ഒരു വേദിയല്ലല്ലോ. എല്ലാവരും ജുമായ്ക്ക് വേണ്ടി വന്നവരാണ്. അപ്പൊ എല്ലാവർക്കും അറിയാം അള്ളാഹ് തന്നെയാണ് ഈ ശേഷികളൊക്കെ നൽകിയിട്ടുള്ളത്. തിരിച്ചൊരു ചോദ്യം, അള്ളാഹ് തന്നെയാണെന്നുള്ള കാര്യം അറിയാം, പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇത് അള്ളാഹുവിനെ ശരിയായ രൂപത്തിൽ അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അവനെ ശരിയായ രൂപത്തിൽ അറിയുന്നതിന് വേണ്ടി ഞാൻ ഭൂമിയിലേക്ക് ഒരു പ്രവാചകരെ അയച്ചിട്ടുണ്ട്, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ജീവിത പദ്ധതിയെക്കുറിച്ച് കൃത്യമായ രൂപത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ആത്യന്തികമായതിന്റെ താല്പര്യം ഖുർആനും ഹദീസും പഠിക്കലാണ്. അതെന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? അള്ളാഹുവിന്റെ ഒരു താല്പര്യം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടല്ല. അള്ളാഹ് എന്നോട് പറയുന്നു, താങ്കളുടെ ജീവിതം സുഗമമാകാൻ വേണ്ടിയിട്ടാണ്. ഈ ലോകത്ത് ജീവിക്കണ്ടേ? ഈ ലോകമെന്ന് പറയുമ്പോൾ 100% അത് അനുകൂലമൊന്നുമല്ല. ഈ പ്രതികൂലമായ ഒരു സാഹചര്യത്തിലും പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് താങ്കളുടെ മുന്നിലേക്ക് കടന്നു വരുന്ന ഓരോരോ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുകൊണ്ട് അതിൻ്റെ ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള മാർഗങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും ആ മനസ്സിലാക്കിയ ധാരണ പ്രകാരം ശരിയായ രൂപത്തിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ്. ആർക്ക് വേണ്ടി എന്ന് വെച്ചാൽ എനിക്ക് വേണ്ടിയിട്ടാണ്. സുബ്ഹാനല്ലാഹ്, എത്രമാത്രം വലിയൊരു കാരുണ്യമാണ് അള്ളാഹു എന്നോട് ചെയ്യുന്നത്. പക്ഷേ എനിക്കതിന് സമയമില്ല എന്ന് ഞാൻ പറഞ്ഞാൽ, സമയമില്ല എന്ന് പറഞ്ഞാൽ സൗകര്യമില്ല എന്ന് പറയുന്നതിന് തുല്യമാണ്. അതൊരു തരം അഹങ്കാരത്തിന്റെ ശൈലിയാണ്. ഇപ്പം എന്നോട് ഒരാൾ പറയുകയാണ്, സുഹൃത്തെ നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അദ്ദേഹത്തിന്റെ മുഖത്തും കിട്ടിയാൽ എനിക്ക് സൗകര്യമില്ല എന്ന് പറയും. ആ ശൈലിക്കൊരു പ്രത്യേകതയുണ്ട്. അഹങ്കാരമാണ്. അതിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതിന്റെ ധ്വനി അഹങ്കാരമാണ്. അപ്പൊ പലപ്പോഴും ഈ ഒരു ശൈലി സ്വീകരിക്കുന്ന ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ മനസ്സുകളെ കൃത്യമായും വണ്ണം അറിഞ്ഞതിനു ശേഷം പറഞ്ഞത് അത് അഹങ്കാരമാണെന്നാണ് പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായും മാന്യമായ ഒരു ചോദ്യം, നിങ്ങൾക്ക് സമയമുള്ളത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? 24 മണിക്കൂറാണല്ലോ താങ്കൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. താങ്കളും ഭൂമിയിൽ തന്നെയാണല്ലോ ജീവിക്കുന്നത്. അപ്പൊ താങ്കൾക്ക് സമയം, ഇതിനെന്തായാലും സമയമില്ല. ഖുർആൻ പഠിക്കാൻ സമയമില്ല, തിരക്കാണ്. ഹദീസ് മനസ്സിലാക്കാൻ സമയമില്ല, ഭയങ്കര തിരക്കാണ്. ഇത്രയും പെട്ടെന്ന് നിർത്തി തന്നാൽ ഞങ്ങൾ പെട്ടെന്നൊന്ന് പോകാമായിരുന്നു അല്ലേ? അതാണല്ലോ പലപ്പോഴും ഈ ഖുർആനും ഹദീസും ഒക്കെ കേൾക്കുമ്പോൾ എൻ്റെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത്. പെട്ടെന്ന് നിർത്തി തന്നാൽ ഞങ്ങൾ പെട്ടെന്ന് പോകാമായിരുന്നു. കുറച്ച് നേരത്തെ നിർത്തിയ എൻ്റെ കൂട്ടുകാരോടും കൂടെ പോയിട്ട് ഞാൻ പറയും, ആ പള്ളി കുറച്ച് നേരത്തെ നിർത്തും കേട്ടോ, അവിടെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തീരുമാനമോ. അപ്പൊ കുറച്ച് കൂട്ടുകാരെയും കൂടെ കൂട്ടി ഞാൻ വരാമായിരുന്നു. ഈ ഇത്തരം വിഷയങ്ങളുള്ള എൻ്റെ ഒരു നിലപാടാണ് ഒരു മുസ്ലിം എന്നുള്ള നിലയ്ക്ക്. ഇത്രയും പെട്ടെന്ന് നിർത്തി തരണം. പക്ഷെ അതേ സമയത്ത് PC ജോർജിന്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ എത്ര മണിക്കൂർ വേണമെങ്കിലും ഞാൻ നിന്ന് തരാം, എനിക്കൊരു കുഴപ്പമില്ല. ഒരു കൂട്ടുകാരൻ പറയും, ഞാൻ എന്നാ പെട്ടെന്ന് പോട്ടെ. ഓ, നീ എന്തിനാണ് ഇത്ര പെട്ടെന്ന് പോകുന്നത്? പിന്നെ അവൻ ഭാര്യയെ പിടിച്ചിട്ട് പോകാന്ന് പറഞ്ഞിട്ട് അവൻ എങ്ങനെയും അവിടെ നിന്ന് നിർത്തണം. ആ ചർച്ച സജീവമാണ്. അപ്പൊ എന്റെ കൊഴുപ്പ് കൂട്ടുന്നതിന് വേണ്ടി അവനെയും കൂടി ഒന്ന് പിടിച്ചു നിർത്തണം. അപ്പൊ അവനെ പോകാൻ അനുവദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം കൊണ്ടോ ഭാര്യയെ പിടിച്ചിട്ട് പോകാന്ന് പറയും. അവനെയും കൂടി പിടിച്ചു നിർത്തും. കാരണം സമയം കുറച്ച് കൂടുതൽ അതിനുവേണ്ടി വിനിയോഗിക്കണമല്ലോ. അപ്പൊ ഞാൻ ആരാണെന്ന് ആലോചിച്ചു നോക്കുക. എന്നെ എന്ത് പേരിട്ട് വിളിക്കണം? ഞാന് ദീനുവിന്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ എന്താണ്? പിശാചിനാണോ എന്നെ കൂടുതൽ താല്പര്യം, അതോ ദീനിന്റെ മേഖലകൾക്കാണോ? എൻ്റെ ഒരു നിലപാടിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. അതിനുശേഷം ഞാൻ പറയുന്നു, എനിക്കൊന്നും അറിയില്ല കേട്ടോ, എനിക്കൊന്നും അറിയില്ല, ദീനിയായ കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയില്ല. ഇത് പറയുന്ന വിഷയത്തിൽ യാതൊരു നാണവും ഞാൻ കാണിക്കുന്നില്ല എന്നുള്ളതാണ്.
ദീനിനെ കുറിച്ച് അറിയില്ല എന്നുള്ള വിഷയത്തിൽ എനിക്കൊരു നാണവുമില്ല പറയാം. പക്ഷെ അതേസമയത്ത് എന്തെങ്കിലും വിദ്യാഭ്യാസപരമായ വിഷയങ്ങളിലോ ഭൗതികമായ വിഷയങ്ങളിലോ അറിയില്ല എന്ന് പറയാൻ വല്ലാത്ത നാണമാണ്. ദീനിനെ കുറിച്ച് അറിയില്ല എന്ന് പറയാൻ ഒരു നാണവുമില്ല. ഈ ഒരു ശൈലിയിൽ മുന്നോട്ട് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പൊ കഴിഞ്ഞ നമ്മുടെ ചർച്ചയിൽ നമ്മൾ പറഞ്ഞിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു വിഷയം, ഈ ഒരു അവസ്ഥയിൽ ഖുർആന്റെ മേഖലകളിൽ നിന്നും ഒഴിഞ്ഞു മാറി ഞാൻ സഞ്ചരിക്കുമ്പോൾ പിന്നെ സംഭവിക്കേണ്ടത് എന്താണ്? അത് തന്നെ സംഭവിക്കും എന്നാണ്. ഇന്നല്ലദീന ഇർതദ്ദു അലാ അദ്ബാരിഹിം മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹുദ ശൈത്വാനു സവ്വല ലഹും വ അംലാ ലഹും. യഥാർത്ഥ മാർഗത്തിൽ നിന്നും ആരെങ്കിലും സന്മാർഗം വ്യക്തമായി കിട്ടിയതിനു ശേഷം ഇതൊക്കെ പഠിച്ചാൽ നന്നായി പോകുമെന്നുള്ള തോന്നലുണ്ടായിട്ടും അതിൽ നിന്നും ആരെങ്കിലും പുറകോട്ട് പോകുന്നുവെങ്കിൽ അവൻ ഏതൊരു മാർഗത്തെയാണോ നന്നായിട്ട് തോന്നുന്നത് അതിനെ തന്നെ ഏറ്റവും നന്നായിട്ട് തോന്നത്തക്ക വിധം അവന് പറ്റിയ ഒരു പിശാചിന് അവനെ ഒരു കൂട്ടാളിയായിട്ട് നാം ഇട്ടുകൊടുക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പൊ നമുക്കറിയാമല്ലോ, പത്രമാധ്യമങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ ഈ കഴിഞ്ഞ ഒരാഴ്ച എന്തായിരുന്നു ചർച്ച? പത്രമാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയങ്ങളാണ്. അപ്പൊ അതില് 6 പേരെ കൊല്ലുക, യാതൊരു ഇതുമില്ല. എല്ലാവരും ചർച്ച എന്തു പറ്റി ആർക്കും ഒന്നും അറിയില്ല. ഇതെന്താ സംഭവിച്ച ആർക്കും അറിയില്ല. കൊലപാതകയോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ചില ന്യായങ്ങളുണ്ട്. അപ്പൊ അതിനെ ആളുകൾ എതിർക്കുകയാണ്. എതിർക്കാൻ നമുക്കെന്താ ന്യായം? ഞാൻ എതിർക്കണമെങ്കിൽ ഇത് അല്ലാഹ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്. ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിങ്ങൾ അകപ്പെട്ടാൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇതൊക്കെ പരിഹാര ഖുർആനിലുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്ന ഒരു സംഗതി നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു തരട്ടെ? അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് പറയുകയാണ്, കൈ പിടിക്കുകയാണ്. അരുതാത്തൊന്നും കാണിക്കാൻ പാടില്ല, ജീവൻ ഒടുക്കാൻ പാടില്ല, അതിക്രമപരമായിട്ടൊന്നും ചെയ്യാൻ പാടില്ല. ഇത് സ്വാഭാവികമായും ഭൗതിക ലോകത്ത് ജീവിതത്തിൽ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെടുന്ന സ്വാഭാവിക പ്രക്രിയയാണ്. അതിന്റെ സൈക്കോളജിയും അതിന്റെ സോഷ്യോളജിയും മനസ്സിലാക്കാതെ പോകുമ്പോഴാണ് എന്തോ ജീവിതത്തിൽ മാത്രം ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണെന്നുള്ള തോന്നലുണ്ടാവുക. അസുഖങ്ങൾ വരുന്നു, മാരകമാണ്, ഒറ്റപ്പെട്ടു പോവാണ് മനുഷ്യർ അവിടെ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഒറ്റപ്പെടാൻ പാടില്ല. അതിന് അല്ലാഹ് അനുവദിക്കുന്നില്ല. നിങ്ങൾ അങ്ങനെ ഒറ്റപ്പെട്ട് സ്വന്തം ജീവിതത്തിൽ നീറിപ്പോകേണ്ടവനല്ല. ഈ സമയത്ത് താങ്കളോട് ഏറ്റവും അടുത്തു വരാൻ ആഗ്രഹിക്കുന്ന ആരാണെന്നറിയുമോ? താങ്കളുടെ സുഹൃത്തുക്കൾ ചിലപ്പോൾ താങ്കൾ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും സഹായം ചെയ്യേണ്ടി വരുമോ എന്ന് വിചാരിച്ചിട്ട് അകലുന്നുണ്ടാകാം. കുടുംബക്കാരും ഈ പറഞ്ഞതുപോലെ അകലുന്നുണ്ടാകാം. എന്നാൽ താങ്കളിലേക്ക് വളരെ അടുത്ത് ഇങ്ങനെ അതിവേഗതയിൽ വന്നുകൊണ്ടിരിക്കുന്ന ആരാണെന്നറിയുമോ? ഈ അസുഖത്തെ സൃഷ്ടിച്ച, ഈ പരീക്ഷണം നിശ്ചയിച്ചിട്ടുള്ള, താങ്കളെ സൃഷ്ടിച്ച ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. താങ്കൾക്ക് കുറച്ച് നല്ല പാഠങ്ങൾ പഠിപ്പിച്ചു തരുവാൻ വേണ്ടിയിട്ട്, താങ്കളെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പരീക്ഷണം താങ്കളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് തന്നത്. ഒരു പ്രതീക്ഷയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ ഉണ്ടാവുകയാണ്. അല്ലാഹു എൻ്റെ അടുത്തേക്ക് വരുന്നു, സുബ്ഹാനല്ലാഹ്. അങ്ങനെയൊക്കെ വരുമോ? അപ്പോഴാണ് ഇങ്ങനെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ പരിഗണിക്കാത്ത ഒരാളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നത്. നാളെ പരലോകത്ത് പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ വിളിച്ചിട്ട് ചോദിക്കും, നിങ്ങൾ എന്നെ സഹായിച്ചിരുന്നോ? അപ്പോ നിങ്ങൾ അത്ഭുതപ്പെട്ടു, പടച്ചവനെ നിന്നെ ഞാൻ സഹായിക്കാനോ? അതെ, എന്നെ സഹായിക്കണമായിരുന്നു ഭൂമിയിൽ വെച്ചിട്ട്. ഞാൻ എങ്ങനെ സഹായിക്കും പടച്ചവനെ നിന്നെ? ഞാൻ വസ്ത്രമില്ലാത്തവനായ നിലയിൽ കഴിഞ്ഞുകൂടി, ഭക്ഷണമില്ലാത്തവനായ രൂപത്തിൽ കഴിഞ്ഞുകൂടി, വലിയ പ്രയാസങ്ങൾ കഴിഞ്ഞുകൂടുന്നവനായിട്ട് കഴിഞ്ഞുകൂടി. അങ്ങനെയൊക്കെ നീ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഭൂമിയിൽ ഇന്ന ആളുകൾ ആ ഒരു അവസ്ഥയിൽ കഴിഞ്ഞുകൂടിയിരുന്നു. അപ്പൊ ആ ആളുകളെ താങ്കൾ സമീപിച്ചിരുന്നു? ഇല്ല, കഴിഞ്ഞില്ല. എങ്കിൽ അവിടെ വന്നിരുന്നെങ്കിൽ എന്നെ കാണാമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനോട് പറയുമ്പോൾ അവന്റെ മനസ്സിലുണ്ടാകുന്ന വല്ലാത്തൊരു തരം നഷ്ടബോധമുണ്ട്. പടച്ചവനെ, ഭൂമിയിൽ വെച്ച് തന്നെ ഈ അള്ളാഹുവിനെ എനിക്കൊന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, കാരണം ഈ ലോകത്ത് വെച്ച് എനിക്ക് പ്രാപിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ സാധ്യത എനിക്ക് ഭൂമിയിൽ വെച്ച് കിട്ടുമായിരുന്നു, അള്ളാഹുവിനെ ഒന്ന് കാണാമായിരുന്നല്ലോ എന്നുള്ള വല്ലാത്തൊരു നഷ്ടബോധത്തിലേക്ക് മാറുന്ന പറയുക. ഇതാ പരീക്ഷണ ഘട്ടത്തെക്കുറിച്ചുള്ള ഇസ്ലാമിന്റെ ചർച്ചകൾ, ഖുർആനികമായ ചർച്ചകൾ, ഹദീസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരാൾക്കും ഒരു നിലയ്ക്കുമുള്ള അതിക്രമ പ്രവർത്തനങ്ങളോ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നുണ്ട്.
അതിനെക്കുറിച്ച് ധാരണ വേണം. ഇല്ലെങ്കിലോ എനിക്ക് എന്താണോ തോന്നുന്നത് അതിനനുസരിച്ച് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഇപ്പൊ പഴയ കാലത്ത് ഇത് വലിയ പ്രശ്നമൊന്നും അല്ലായിരുന്നു. ഇപ്പൊ പഴയ കാലത്തുള്ള ആളുകൾക്ക് അവൻ എന്താണോ തോന്നിയ വാസം നമ്മൾ പറയുക, തോന്നിയത് വാസം എന്ന് വെച്ചാൽ തോന്നിയതുപോലെ ചെയ്യാന്ന് അതിന്റെ താല്പര്യം. അപ്പോ അവൻ എന്താണോ തോന്നുന്നത് അതുപോലെ അവൻ ചെയ്യുമെന്നുള്ളത് പഴയ കാലത്ത് ഒരു ഗൗരവമുള്ള പ്രശ്നമല്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കുറഞ്ഞ വീടുകളാണ്, സുഹൃത്തുക്കളൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടും, അത് കളി കഴിഞ്ഞാൽ പിന്തിരിഞ്ഞു പോകും. ഇന്നത്തെ അവസ്ഥ അതൊന്നുമല്ല. കാരണം എന്ന് വെച്ചാൽ സ്വാധീനിക്കാനുള്ള ഘടകങ്ങൾ വളരെ കുറവാണ്. ഒരു കുടുംബാന്തരീക്ഷം, ഒരു കുടുംബ പശ്ചാത്തലം, അല്ലെ ഒരു പ്രദേശത്തിന്റെ സ്വഭാവം, ഇതൊക്കെ സ്വാധീനിക്കാൻ ഉണ്ടാവുള്ളൂ. അതിനപ്പുറത്തേക്ക് കൂടുതലായിട്ടൊന്നും സ്വാധീനിക്കാൻ ഉണ്ടാകില്ല. പക്ഷെ ഇന്നത്തെ തലമുറ അങ്ങനെയല്ലല്ലോ. രാവിലെ എഴുന്നേൽക്കുന്നു, അപ്പോൾ തന്നെ മൊബൈൽ ഫോൺ കയ്യിലെടുക്കുന്നു. എത്ര റീൽസുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മൊബൈൽ ഫോണുകളിലുള്ള റീൽസുകൾ കാണുന്നതിലൂടെ ഒരു മനുഷ്യനിലുണ്ടാകുന്ന തോട്ട് പ്രോസസ്സിങ്ങിനെ കുറിച്ചൊക്കെ വളരെ കൃത്യമായ രൂപത്തിൽ ആധുനികരായിട്ടുള്ള മനഃശാസ്ത്രജ്ഞന്മാരും ന്യൂറോ സൈക്കോളജിസ്റ്റുകളും വളരെ കൃത്യമായ വിവരങ്ങളാണ് പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഡ്രഗ്സ് ഒരു മനുഷ്യനെ സ്വാധീനിക്കുന്നത് പോലെ അത്രമാത്രം അവന്റെ ബ്രെയിനെ ഈ ഓരോ റീൽസുകളും സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ന്യൂറോ സൈക്കോളജിസ്റ്റുകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. അത്രമാത്രം സ്വാധീനമാണ്. അപ്പൊ നമ്മുടെ വീട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളും നമ്മളടക്കം പല നിലയ്ക്കുമുള്ള സ്വാധീന വലയത്തിൽ സ്വയം അറിയാതെ പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ 6 പേരെ ഒറ്റയടിക്ക് കൂട്ടക്കൊല ചെയ്യാനൊന്നും ആർക്കും സാധ്യമല്ല. ആ സാധ്യമാകുന്ന ഒരു അവസ്ഥയിലേക്ക് അവനെ നയിച്ച ഒരു ഘടകമുണ്ട്. അല്ലെങ്കിൽ അത്രമാത്രം എന്തൊക്കെയോ ചില സ്വാധീനങ്ങൾ. നമ്മളും ആ നിലയ്ക്ക് സ്വാധീനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ മക്കളും സ്വാധീനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ സഹോദരങ്ങളും സ്വാധീനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു ദിവസം എത്രമാത്രം വ്യത്യസ്തമായ ചിന്തകളാണ് നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ ദൃശ്യ രൂപത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അതിലൊക്കെ ഓരോരോ മെസ്സേജ് ഉണ്ടാവും. അത് നമ്മുടെ തലച്ചോറ് പെട്ടെന്ന് തന്നെ അത് എടുക്കുകയാണ്. അപ്പൊ ന്യൂറോ സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് ഇത് കാണുന്നതിന് മുമ്പുള്ള അവന്റെ ബ്രെയിനിന്റെ അവസ്ഥയും ശേഷമുള്ള അവസ്ഥയും തമ്മിൽ നന്നായിട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായ രൂപത്തിൽ ആ വ്യതിയാനം മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അത്രമാത്രം ബ്രെയിൻ ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുക. അപ്പൊ അതുകൊണ്ട് പഴയ കാലത്തേക്കാൾ കുറച്ചുകൂടി കൂടുതൽ പ്രസക്തമായ രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സംസാരിക്കുന്നത്. അള്ളാഹുവിന്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും വിധിവിലക്കുകൾ, കൽപ്പനകൾ, നിർദ്ദേശങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ജീവിത വ്യവസ്ഥയാണ്. ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും എന്ത് നിലപാടുകൾ നീ സ്വീകരിക്കണമെന്നുള്ള വിഷയത്തിൽ അള്ളാഹു കൃത്യമായ രൂപത്തിൽ വിധി പറയുന്നുണ്ട്. ആ വിധികൾ അറിഞ്ഞിരിക്കണം. അതിനപ്പുറമുള്ള സ്വാധീനങ്ങളൊന്നും ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നാണ്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സുകളെ നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. ആ ഒരു അവസ്ഥയിൽ വല്ലാത്തൊരു പരിരക്ഷ നമ്മുടെ മാനസിക തലങ്ങൾക്കും ചിന്താ മേഖലകൾക്കും നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതിനെന്ത് ചെയ്യണം? കേൾക്കേണ്ടത് പരമാവധി കേൾക്കുക, കാണേണ്ടത് പരമാവധി കാണുക, അല്ലാത്തതെല്ലാം ഒഴിവാക്കി നിർത്തുക. കാരണം നമ്മൾ പോലും അറിയാത്ത വലിയ അപകടങ്ങൾ ഇതിലൊക്കെ ഉണ്ട് എന്നാണ്. വാർത്തകൾ കൂടിക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ, ഒരിക്കലും കുറയെന്ന് വിചാരിക്കേണ്ട. ഈ അവസ്ഥയിൽ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ ഭീകരമായ വാർത്തകളാണ് ഇനി വരാനിരിക്കുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല, മോഡേൺ സോഷ്യോളജിസ്റ്റുകൾ നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങളാണ്. കാരണം വിഷയം ഇതാണ്, സ്വാധീനങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത്രമാത്രം സ്വാധീനിക്കപ്പെടുന്ന ഖുർആനികമായ സ്വാധീനമാണോ? അല്ല. ധാർമ്മികമായ സ്വാധീനങ്ങളൊന്നുമല്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇന്നത്തെ പല റീൽസുകളിലും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ നമുക്ക് ചിലപ്പോൾ തോന്നും എല്ലാവർക്കും മൊത്തത്തിൽ ഭ്രാന്തായതാണെന്ന് വിചാരിച്ചു. എന്തൊക്കെയോ ചർച്ചകളാണ്. നമ്മുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, ഇന്നത്തെ പ്രത്യേകിച്ചും അഡോളസൻസിന്റെ പീരീഡിലുള്ള നമ്മുടെ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന റീലുകളും വീഡിയോസും നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. ഞാൻ ഈ പറയുന്നത് 100% ശരിയാണ് എന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. ബുദ്ധിപരമാണോ എന്ന് ചോദിച്ചാൽ ബുദ്ധിപരമല്ല. എന്തുകൊണ്ട് ഇത്രയധികം സ്വാധീനങ്ങൾ എന്ന് വെച്ചാൽ വൈകാരികപരമാണ്, ഇമോഷണലാണ്. ആ ഇമോഷണൽ ബാലൻസിങ്ങിനുള്ള ആ ഒരു കപ്പാസിറ്റിയും ആ ഒരു എബിലിറ്റിയും ആളുകൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ആ നിലയ്ക്കുള്ള ചില പ്രോഗ്രാംസ് വളരെ ആസൂത്രിതമായി ഇന്ന് നടന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ചില ആളുകളുടെ പോക്കറ്റുകൾ വീർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആസൂത്രിതമായിട്ടുള്ള ധാരാളം നീക്കങ്ങൾ നടക്കും. പഴയ കാലമൊന്നുമല്ല.
പുതിയ കാലത്തെ തിരിച്ചറിയുക. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ഇത്തരം ചർച്ചകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. അല്ലാതെ എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നവർ വിഡ്ഢികളാണ് എന്നാണ് ഖുർആന്റെ പക്ഷം. ഹദീസും അങ്ങനെ തന്നെയാണ് അഭിപ്രായപ്പെടുന്നത്. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതെന്താ ഈ സംഭവിക്കാനുള്ള കാരണം? അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യം, എല്ലാം കഴിഞ്ഞു പോയി. അപ്പോൾ ഇതാണ് സംഭവിക്കേണ്ടത്. ഇപ്പൊ ശരിയായ രൂപത്തിൽ നിയമങ്ങളെയും ജീവിത നിയമങ്ങളെയും മനസ്സിലാക്കാതെ ആരെങ്കിലും അവയൊക്കെ ധിക്കരിക്കുന്ന വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താണ്? ഫഖദ ളല്ല ളലാലൻ മുബീന, വ്യക്തമായ വഴികേടിലാണ്. വഴികേടിലാണോ അല്ലയോ? ഖുർആൻ ഈ പറഞ്ഞത് ശരിയാണോ അല്ലയോ? വ്യക്തമായ വഴികേടിലാണോ അതോ ശരിയായ വഴിയിലാണോ നമ്മളുള്ളത്? നമ്മുടെ തലമുറയുള്ളത്, വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ തലമുറയുള്ളത്? നമുക്കറിയാം വ്യക്തമായ വഴികേടിലാണ്. എന്താ ഇതിനുള്ള പരിഹാരം എന്ന് ചോദിച്ചാൽ റമദാൻ വലിയൊരു പരിഹാരമാണ് സഹോദരങ്ങൾ. ആരെയും കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട. നമ്മൾ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി കുടുംബജീവിതത്തിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ആരെ കുറ്റപ്പെടുത്താനാണ്? ആർക്കുണ്ട് അതിനുള്ള യോഗ്യത? 100% ഖുർആനെയും ഹദീസിനെയും ഫോളോ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള യോഗ്യത ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അവർ പറയും, ഞങ്ങൾക്ക് അനുവാദം ഇല്ല കേട്ടോ ആരെയും കുറ്റപ്പെടുത്താൻ എന്ന് പറയും. സുബ്ഹാനല്ലാഹ്. 100% ഖുർആനെയും ഹദീസിനെയും കൃത്യമായ രൂപത്തിൽ ഇഞ്ചോട് ഇഞ്ച് ചാണോട് ചാണ് എന്നുള്ളതിൽ പിൻപറ്റിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അപ്പൊ അവർക്ക് യോഗ്യത ഉണ്ടാവുമല്ലോ ബാക്കിയുള്ളവരെയൊക്കെ കുറ്റപ്പെടുത്താന്ന് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങളുടെ പ്രമാണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കർശനമായ നിർദ്ദേശമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറ ഔ ലിയസ്കുത്. റസൂലുള്ളാഹി ഞങ്ങളോട് പറഞ്ഞ എന്താണെന്നറിയോ? നിങ്ങൾ പറയും ചിലപ്പോൾ ഞങ്ങൾക്ക് എല്ലാവരെയും കുറ്റപ്പെടുത്താനുള്ള, കാരണം ഞങ്ങൾ ശരിയായ മാർഗത്തിൽ ജീവിക്കുന്നവരാണ്, ശരിയായൊരു ജീവിത പദ്ധതിയിലൂടെ മുന്നോട്ട് പോകുന്നവരാണ്. അപ്പൊ ബാക്കിയുള്ളവരെയൊക്കെ കുറ്റപ്പെടുത്താനുള്ള അധികാരവും അനുമതിയും അവകാശവും ഞങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞാൽ, ഞങ്ങളുടെ പ്രമാണം ചില അതിർവരമ്പുകൾ ഞങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരൊറ്റ നിയമം പറഞ്ഞു തരാം, ഒരൊറ്റ നിർദ്ദേശം. എന്താണെന്നറിയുമോ? അള്ളാഹുവിലും അന്ത്യദിനത്തിലും ഈമാനുള്ളവരാണെങ്കിൽ, ചുരുക്കം പറഞ്ഞാൽ മുഅ്മിനാണെങ്കിൽ, ഫൽയഖുൽ ഖൈറ, നന്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൊഴിഞ്ഞോളൂ, വാതുറന്നോളൂ. ഔ ഇല്ല എങ്കിൽ ലിയസ്കുത്, മിണ്ടി പോകരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്കും ആരെയും കുറ്റപ്പെടുത്താനുള്ള അധികാരമില്ല, ആരെയും കുറ്റം പറയാനുള്ള അവകാശവും ഇല്ല. പിന്നെയാണോ മറ്റുള്ളവർ? എന്നാലോചിച്ച് നോക്കും. അപ്പൊ ഞാൻ ഈ പ്രമാണങ്ങളെയൊന്നും അല്ല പിൻപറ്റി, എൻ്റെ തോന്നിയ പോലെ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ മക്കൾ തോന്നിയതുപോലെ പ്രവർത്തിക്കുമ്പോൾ അവരെ കുറ്റപ്പെടുത്താനുള്ള അധികാരം എനിക്കുണ്ടോ? ഇല്ല എന്നാണ്. കാരണം ഞാനും എൻ്റെ കേവല താല്പര്യങ്ങളുടെയും എൻ്റെ മനസ്സിൽ തോന്നുന്ന കേവലമായ ഒരു തോന്നലുകളുടെയും അടിസ്ഥാനത്തിൽ ആ ഖുർആന്റെയും ഹദീസിന്റെയും താല്പര്യങ്ങളെയൊക്കെ മാറ്റിവെച്ചിട്ട് എനിക്ക് തോന്നിയതുപോലെ ഓരോ സന്ദർഭത്തിലും ഏത് വികാരമാണോ, ഏത് നിലയ്ക്കുള്ള മാനസികാവസ്ഥയാണോ ഓരോരോ പ്രേരണകൾ എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്, ആ നിലയ്ക്ക് ഞാൻ പെരുമാറിക്കൊണ്ടിരിക്കുമ്പോൾ ആ നിലയ്ക്ക് തന്നെയാണല്ലോ എൻ്റെ മോനും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവൻ ചെറുതായതുകൊണ്ട് ചില ബാലിശതകൾ കൂടുമെന്ന് മാത്രം. ഞാനും അവനും ഫലത്തിൽ ഒന്ന് തന്നെയല്ലേ? ഖുർആനെയും ഹദീസിനെയും 100% പിൻപറ്റുന്ന ഒരാളാണോ? അല്ല, അവനും അല്ല. പിന്നെ ഞാൻ വലിയ ആളായിട്ട് അവന് മാത്രം കുറ്റപ്പെടുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? ഞാൻ ചെയ്യുന്നത് അത് ഒരു നിലയ്ക്ക് തെറ്റാണ്, അവൻ ചെയ്യുന്നത് മറ്റൊരു നിലയ്ക്ക് തെറ്റാണെന്ന് മാത്രം. പിന്നെ അവനെ മാത്രം കുറ്റപ്പെടുത്താനുള്ള അധികാരം എനിക്കുണ്ടോ? ഇല്ല. അപ്പൊ കുറ്റപ്പെടുത്തലും അനാവശ്യ ചർച്ചകളും ഒഴിവാക്കുക, അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയേ പറ്റുള്ളൂ. കാരണം ഇന്ന് നമ്മുടെ തലമുറകൾ പലപ്പോഴും സങ്കടത്തോട് ചോദിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അപ്പൊ കുട്ടികളുമായി ബന്ധപ്പെട്ട് ചില പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൊണ്ട് അവർ പലപ്പോഴും നമ്മളോട് വന്നിട്ട് പറയുന്നത് എന്താണെന്നറിയോ? 70% നന്മകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടും 30% കുറ്റങ്ങളിലേക്ക് മാത്രം ഞങ്ങളുടെ മാതാപിതാക്കൾ എന്തുകൊണ്ട് ഫോക്കസ് ചെയ്യുന്നു? അതിൽ വല്ലാത്ത പരാതിക്കാരാണ് ഞങ്ങൾ. അതുകൊണ്ട് പലപ്പോഴും വീടിന്റെ അന്തരീക്ഷം ഞങ്ങൾക്ക് മടുപ്പുളവാക്കുന്നു. ഈ 70% നന്മകൾ ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ അംഗീകരിക്കാൻ തയ്യാറാകുന്ന ഒരേ ഒരു വിഭാഗം മാത്രമാണ്. അത് ഞങ്ങളുടെ മാതാപിതാക്കളല്ല, ഞങ്ങളുടെ ബന്ധുക്കളല്ല, ഞങ്ങളുടെ അയൽവാസികളല്ല, ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്. ചുരുക്കം പറഞ്ഞാൽ ആധുനികമായ ഭാഷയിൽ അവരുടെ ചങ്കുകളാണ്. അപ്പൊ ആരെ ഇവർ അംഗീകരിക്കും? ആരോടൊപ്പം ചേർന്ന് നിൽക്കും? നമ്മളിപ്പോ എന്ന് പറയുന്നത് എന്താ? ബന്ധുക്കളൊന്നും വേണ്ട, സുഹൃത്തുക്കൾ മാത്രം മതി. പ്രിയമുള്ളവരെ, ഈ സ്ഥിതിവിശേഷം ആരുണ്ടാക്കി എന്നുള്ളതാണ്.
ഈ സ്ഥിതിവിശേഷം ആരുണ്ടാക്കി? വീട്ടിൽ എല്ലാ സമാധാനപരമായ അന്തരീക്ഷങ്ങളെയും ഇല്ലാതാക്കി ഒരു 70% വേണ്ട 50% നന്മകളുടെ വിഷയത്തിലെങ്കിലും ആ മക്കൾക്കൊരു അംഗീകാരം കൊടുത്തിട്ട് ആ 50% തെറ്റുകളുടെ വിഷയത്തിൽ ഒന്ന് ചേർത്ത് പിടിക്കുക. സ്നേഹത്തോടുകൂടി, കാരുണ്യത്തോടുകൂടി, അങ്ങേയറ്റത്തെ കരുതലോടുകൂടി എല്ലാവിധ പരിരക്ഷകളും സംരക്ഷണങ്ങളും ഉറപ്പുവരുത്തിക്കൊണ്ട് കുഞ്ഞുങ്ങളെ, മക്കളെ, നിങ്ങൾക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും ഞാനുണ്ടടാ എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ഞാനുണ്ടടി എന്നുള്ള രൂപത്തിൽ ഒന്നവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ നമ്മൾ തയ്യാറാകുമെങ്കിൽ അതിനൊരുപാട് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കുഞ്ഞുങ്ങളുടെ പ്രായത്തിൽ ഞാൻ എന്താ കാട്ടിക്കൊണ്ടിരിക്കുന്നത് മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി. ഈ കുഞ്ഞുങ്ങളുടെ പ്രായത്തിൽ, അല്ലെങ്കിൽ ഈ എൻ്റെ മക്കളുടെ പ്രായത്തിൽ ഞാൻ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയത് അത് മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി. ഇപ്പൊ പെട്ടെന്ന് പുണ്യവാളനാകുമ്പോഴാണ് ഇവരൊക്കെ ചെയ്യുന്ന മാരകമായ തെറ്റുകളായിട്ട് നമുക്ക് തോന്നിപ്പോകുന്നത്. പ്രിയമുള്ളവരെ, പ്രമാണങ്ങൾ കൃത്യമായ രൂപത്തിൽ സംസാരിക്കുന്നു. മര്യാദയ്ക്ക് സംസാരിച്ചോണമെന്നാണ് പറയുന്നത്. അത് ഏത് പിതാവിനോടായിരുന്നാലും, ഏത് മാതാവിനോടായിരുന്നാലും, ഏത് ദായികളോടായിരുന്നാലും, ഏത് മതപണ്ഡിതരോടാണെങ്കിലും വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പറയുന്നത് സംസാരം ശ്രദ്ധിച്ചോണം, മര്യാദയ്ക്ക് സംസാരിക്കണം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്തിക്കാനുള്ള നല്ല ബോധം നൽകി നമ്മളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ശിരസാ വഹിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്നും തഖ്വ കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും രണ്ടാമതൊന്നുകൂടി ഉണർത്തുകയാണ്. ശുദ്ധമായ റമദാൻ മാസം വലിയൊരു അനുഗ്രഹമായി അള്ളാഹു നമുക്ക് നൽകാനുള്ള കാരണം, പ്രിയമുള്ളവരെ, എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. റമൽ എന്നുള്ളൊരു വാക്കിനെ കുറിച്ച് നാം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അത് കരിച്ചു കളയുന്നത് എന്നുള്ള അർത്ഥമുണ്ടെങ്കിൽ അതിന് മറ്റൊരർത്ഥമുള്ളത് പെയ്തിറങ്ങുന്നത് എന്നാണ്. എല്ലാ നന്മകളും പെയ്തിറങ്ങുന്നു. ഒരു ഊഷര ഭൂമിയിൽ വറ്റി വരണ്ട ദഹിച്ചു വലയുന്ന ഒരു അന്തരീക്ഷത്തിൽ അതിലേക്ക് ഒരു കുളിർ മഴ പെയ്തിറങ്ങിയാൽ എങ്ങനെ ഉണ്ടാകും? ആ നിലയ്ക്കാണ് ഓരോ വർഷവും റമദാൻ കഴിഞ്ഞ് മുന്നോട്ട് പോകും തോറും ആത്മീയമായ ഉറവകളൊക്കെ പതുക്കെ പതുക്കെ വറ്റിത്തുടങ്ങും. അങ്ങനെ അത് വറ്റി വറ്റി അവസാനം വെള്ളമില്ലാത്ത നിർലജ്ജീകരണം സംഭവിച്ചു. ആത്മീയമായ നിർലജ്ജീകരണം ഓരോ മനുഷ്യ മനസ്സുകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിർലജ്ജീകരണം സംഭവിക്കുമ്പോൾ സംഭവിക്കുന്ന എല്ലാ അപകടങ്ങളും ഓരോ മനസ്സുകളെയും ബാധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അൽഹംദുലില്ലാഹ് വിശുദ്ധമായ റമദാൻ മാസത്തിന്റെ 1-ാം ദിനം മുതൽ ആത്മീയമായ കുളിർമഴ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മീയ ലോകത്തു നിന്നും അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് നമ്മളോട് വളരെ സ്നേഹത്തോടുകൂടി ആവശ്യപ്പെടുന്നു, ഈ റമദാൻ മാസമായില്ലേ, ആ കുളിർമഴ അതിന് ശക്തി പകരുന്നതിന് വേണ്ടി അതിൻ്റെ ജലസ്രോതസ്സുകളെ പര്യാപ്തമായ മേഖലകളിലേക്ക് വഴി തിരിച്ചുവിടുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം? ഒരല്പം പരിശീലനം ആവശ്യം. അതിനുവേണ്ടി ഖുർആൻ ഒന്ന് കയ്യിലെടുക്കാമോ? അള്ളാഹ് ചോദിക്കുകയാണ്, ഖുർആൻ ഒന്ന് കയ്യിലെടുക്കാമോ? എന്താണ് ഖുർആൻ കയ്യിലെടുക്കാത്തത്? അങ്ങനെയുള്ളതൊന്നുമല്ല, വളരെ സ്നേഹത്തോട് തന്നെ പറയാണ്, ഖുർആൻ ഒന്ന് കയ്യിലെടുക്കാമോ? നോമ്പ് പിടിക്കുന്നവരല്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ഇത്രയധികം ത്യാഗം ചെയ്യുന്നവരല്ലേ, ഇഷ്ടപ്പെട്ട എത്ര കാര്യങ്ങളാണ് മാറ്റിവെക്കാൻ തയ്യാറാകുന്നത്, എത്രയോ ഉന്നതരാണ് അൽഹംദുലില്ലാഹ്. നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കി, നമ്മൾ എല്ലാ നെഗറ്റീവ്സും ഒഴിവാക്കും, നമ്മൾ പൈശാചികമായ എല്ലാ ദുഷ്പ്രേരണകളെയും ഒഴിവാക്കും. ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, ഞാൻ പോരാത്തവനാണ്, ഞാൻ ഇപ്പോൾ എങ്ങാണ്ട നമസ്കാരം തുടങ്ങിയവനാണ്, എനിക്ക് ഖുർആനൊന്നും അറിയില്ല, എനിക്ക് ദീനിനെക്കുറിച്ചൊന്നും അറിയില്ല, ഇതെല്ലാം നമ്മൾ ഒഴിവാക്കും. നമ്മൾ അതിനുശേഷം നിറഞ്ഞ മനസ്സുമായി എന്ത് ചെയ്യുക? നമ്മൾ ആ ഖുർആനോടൊന്ന് സമീപിക്കുക. എനിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഖുർആൻ ഓതാൻ അറിയുന്ന ആളോട് നമ്മൾ ചോദിക്കും, മടിയൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട് അൽഹംദുലില്ലാഹ്, ഒരുപാട് വലിയ ദായികൾ പരിശ്രമിച്ച് എത്രയോ ആപ്ലിക്കേഷൻസ് ആണ് നമ്മുടെ മൊബൈലുകളിൽ. മലയാളത്തിലുള്ളത് കിട്ടും, ഇംഗ്ലീഷിലുള്ളത് കിട്ടും, ഏത് ഭാഷയിലാണോ ഏറ്റവും നല്ല രൂപത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന, ആശയ കൈമാറ്റം ചെയ്യാൻ പറ്റുന്നത്, ആ നിലയ്ക്കുള്ള നല്ല സംവിധാനങ്ങൾ, ഒരുപാട് മഹത്തുക്കൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ദായികൾക്കൊക്കെ അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. വലിയ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പഴയ കാലത്തുള്ള നമ്മുടെ ദീനിന്റെ അവസ്ഥകളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. എല്ലാവരും പഴയ കാലത്തെക്കുറിച്ച് ഒരുപാട് നല്ലത് പറയാറുണ്ട്, അത്ര നല്ല അഭിപ്രായമൊന്നും നമുക്കില്ല. പഴയ കാലത്ത് എന്താണ്, ഇപ്പോൾ ഇന്നലെ തന്നെ പ്രായമുള്ള ഒരു സഹോദരിയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പറയാണ്, ഈ പഴയ കാലത്ത് റമദാൻ മാസം ആയിക്കഴിഞ്ഞാൽ ഈ നിസ്കാരമൊന്നുമില്ല, നിസ്കാരം ചെറുതായിട്ട് തുടങ്ങി വയ്ക്കും ചില കുടുംബങ്ങളിൽ മാത്രം.
ഓതാനൊന്നും അറിയില്ല ആർക്കും, ഖുർആനൊന്നും ഓതാൻ അറിയില്ല. ഇന്നലെ ഒരു സഹോദരിയായിട്ട് പങ്കുവെച്ചതാണ്, ഒരു 75 വയസ്സ് പ്രായമുള്ള ഒരു സഹോദരി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കുറെ നല്ല വിവരങ്ങൾ പങ്കുവെച്ചു. എന്നിട്ട് അവർ പറഞ്ഞെന്താണെന്നറിയോ, എൻ്റെ ഉമ്മയ്ക്ക് അറബി മലയാളം വായിക്കാൻ അറിയാം. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ആകുമ്പോൾ പരിസര പ്രദേശത്തുള്ള സ്ത്രീകളൊക്കെ വന്നിട്ട് ഈ തൗബ ചൊല്ലിക്കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ കേട്ടപ്പോൾ ഒരു രസം തോന്നി, ഒരു കൗതുകം തോന്നി. എന്താണ് തൗബ എന്ന് ചോദിച്ചപ്പോൾ അവരതിങ്ങനെ പറഞ്ഞു തന്നു. എന്തോ പടച്ചവനെ വിളിച്ചിട്ട് ഞങ്ങൾ മാപ്പാക്കണം, വേറൊന്നും അറിയില്ല അവർക്ക്, പാവങ്ങളാണ്. പക്ഷെ ആ പഴയ കാലത്തേക്കാളും നമ്മുടെ ഇന്നത്തെ ഈരാറ്റുപേട്ടയുടെ അവസ്ഥ എന്താണ്? നിങ്ങളൊന്ന് കയറിച്ചല്ലോ ഓരോരോ വീടുകളിലും നല്ല തജ്വീദോടുകൂടി നന്നായിട്ട് ഖിറാഅത്ത് ചെയ്യുന്ന നമ്മുടെ സഹോദരിമാർ, നമ്മുടെ സഹോദരങ്ങൾ. നമ്മുടെ ഇന്നത്തെ പള്ളികളുടെ അവസ്ഥ എന്താ? പഴയ കാലത്തെ പള്ളി എന്ന് പറഞ്ഞ കുറേ പ്രായമായ ആളുകൾ ഉണ്ടാവും, അവരാണ് പള്ളി ഭരിക്കുന്ന ആളുകൾ. കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവരുടെ കുറ്റങ്ങളും കുറവുകളും നോക്കി നിൽക്കുക, അവരുടെ സഫിലേക്ക് നോക്കുക, വളയുന്നുണ്ടോ തിരിയുന്നുണ്ടോ, അവരെ കുറ്റപ്പെടുത്തുക, അവർക്ക് നേരെ ചാടുക. പ്രിയമുള്ളവരെ, ഇന്ന് പള്ളിയിൽ ചെറുപ്പക്കാരാണ് സജീവമായിട്ടുള്ളത്. പ്രായമായവരൊക്കെ ഇറങ്ങിപ്പോയി. നമ്മുടെ ഓരോ പള്ളികളൊന്നും പരിശോധിച്ചു, നമ്മുടെ മസ്ജിദുൽ മുബാറക്കിലൊക്കെ നോക്കുക. നമസ്കാരം കഴിഞ്ഞാലും നമ്മുടെ ചെറുപ്പക്കാരായ ആളുകൾ ദുആയിലും ദിക്റിലും കഴിഞ്ഞുകൂടുകയാണ്. മാഷാ അല്ലാഹ്, എത്ര സുന്ദരമായ കാഴ്ചയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പുതുതലമുറയെ കബൂൽ ചെയ്യുമാറാകട്ടെ. എത്ര സുന്ദരമായ കാഴ്ചയാണ്. പിന്നെ ഇരിക്കുകയാണ് അവിടെ ദുആയിലും ദിക്റിലും, അതിനുശേഷം വീണ്ടും ഖുർആൻ എടുക്കുകയാണ്. എത്ര രസകരമായ കാഴ്ചയാണ്. പഴയ കാലത്തെക്കാളും പ്രിയമുള്ളവരെ ഏറ്റവും നല്ല കാലം ഇസ്ലാമികമായി ഈ കാലം തന്നെയാണ്, ഒരു സംശയമില്ല വിഷയത്തിൽ. ചെറുപ്പക്കാര് ദീനീ മേഖലയിൽ സജീവമാണ്, അൽഹംദുലില്ലാഹ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ സമ്പൂർണ്ണമായും ഇൻഷാ അല്ലാഹ് പറയപ്പെട്ട അള്ളാഹുവിൻ്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിധിയിലേക്ക് മാറാൻ നമ്മൾ മനസ്സുകൊണ്ട് തയ്യാറാവുക. നിങ്ങൾക്ക് അക്ഷരമൊന്നും അറിയില്ലെങ്കിലും കുഴപ്പമില്ല, അക്ഷരങ്ങളും മുതൽ പഠിപ്പിക്കുന്ന നല്ല നല്ല സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇത്രയും നല്ല സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടും നമ്മളതിനെ പ്രയോജനപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, നമ്മുടെ ഫൗസി അറബിക് കോളേജിന്റെ കീഴിൽ മജ്ലിസുൽ ഖുർആനുൽ കരീം വളരെ ആത്മാർത്ഥമായിട്ട് വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ കീഴിലും അങ്ങനെ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവർക്കും ഖുർആൻ പഠിക്കാനുള്ള അവസരമാണ്. അതുപോലെ തന്നെ ഒരുപാട് സ്ഥാപനങ്ങൾ ഖുർആൻ പഠന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അല്ലാഹു എല്ലാ സ്ഥാപനങ്ങളെയും കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ നാടിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്, ഇത്രയും നല്ലൊരു നാട്ടിൽ ജനിച്ചു വളർന്നിട്ടും നമുക്കിതൊന്നും പഠിക്കാൻ ഒരു അവസരമില്ലാതായി പോയാൽ നമ്മുടെ മാത്രം കുറ്റമല്ല. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആ വിധികളിലേക്ക് കടന്നു വരാൻ എന്താണ് ഒരു വൈമനസ്യം? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം. അതുകൊണ്ട് പ്രിയമുള്ളവർ, നല്ല കാലമാണ്. ആ നല്ല കാലത്ത് വളരെ നല്ലവരായി ജീവിക്കാനുള്ള നല്ല അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകിച്ചും ഈ റമളാൻ മാസത്തിലും കൂടി പങ്കെടുക്കാനുള്ള അവസരം നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ പരമാവധി പ്രയോജനപ്പെടുത്തുക. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളിലേക്ക് ഓരോരുത്തരും കടന്നു വരിക. അതിനുള്ള നല്ല ചിന്തയും നല്ല ആവേശവും നല്ല താല്പര്യവും നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എവരെയും കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ളവരും ചെറുതുമായ മുഴുവൻ പാപങ്ങളെയും അള്ളാഹുവിൻ്റെ മഹത്തായ ഫളല് കൊണ്ട് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലോകത്ത് കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളെയും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും കരകയറ്റി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിമായി പോയതിൻ്റെ പേരിൽ ജയിലുകളിൽ കഴിയുന്ന നമ്മുടെ സഹോദരങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ജയിൽ മോചനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ഖബറുകളെ അള്ളാഹു വിശാലമാക്കുകയും മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും മാരകമായ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും എല്ലാവിധ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാവരെയും നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ വീട്ടിലുള്ള കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ട ഇസ്സത്തിനെ ഖുർആന്റെയും ഹദീസിന്റെയും തിരിച്ചറിവിൻ്റെയും വഴിയിലൂടെ തിരിച്ചെടുക്കാനുള്ള തൗഫീഖും താഖത്തും കൊടുത്ത് മുസ്ലിം ലോകത്തെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.